ഞാൻ മുഖവരയായിട്ട് അധികം ഒന്നും മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല. സുവിശേഷ വേലയിൽ ഇൻവോൾവ് ആയിരിക്കുന്നതായ നമുക്കറിയാം, ഇപ്പോൾ കേട്ടതുപോലെ തന്നെ ഇന്നത്തെ കാലയളവിൽ പിശാച് അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ശക്തി സഭയെ അറ്റാക്ക് ചെയ്യുന്ന വിധം അത് കുടുംബങ്ങളിൽ കൂടെയാണ്. കുടുംബങ്ങളിൽ കൂടി കേട്ടല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ പല രാജ്യങ്ങളിലും പോകാറുണ്ട്, ആഫ്രിക്ക, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, എല്ലായിടത്തും ഇത് തന്നെ. എങ്കും അതിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഈ ഫാമിലി ഇഷ്യൂസിൻ്റെ ടോപ്പ് റീസൺസിന് ചിലപ്പോൾ ഓർഡറിന് വ്യത്യാസം കാണും, പക്ഷെങ്കിൽ മിക്കവാറും എല്ലാം ഇത് തന്നെ. ഞാൻ ഈ ആദ്യത്തെ സെഷനിൽ ദൈവവചനപ്രകാരം ബൈബിൾ ബേസിലുള്ള റിസോഴ്സസ് നമുക്ക് ഈ കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യേണ്ടതിന് വേണ്ടിയുള്ളതായ വിത്തിൻ ബൈബിൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ആദ്യം ഈ സെഷനിൽ ഞാൻ സംസാരിക്കുക. അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വാസ്റ്റ് ഏരിയാസ് ഉണ്ട്. അടുത്ത സെഷനിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഇൻറ്റിമസിയുടെ കാര്യം. കുടുംബജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ശരിയായിട്ട് നമുക്കിടാമെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു വീടിന് ഒരു ക്രാക്ക് ഇങ്ങനെ വോളയിലുണ്ടായാൽ, ഒരു പുതിയ വീട് വാങ്ങാൻ, നിങ്ങളൊരു വീട് വാങ്ങാൻ പോയെന്ന് വിചാരിച്ചു, നന്നായിരിക്കുന്നു വീട്, എല്ലാം കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ വൈഫും കൂടെ പോയി കണ്ടു, ഞങ്ങൾക്ക് സംഭവിച്ചതായത്. അപ്പോൾ നല്ല നന്നായിരിക്കുന്നു, ആഗ്രഹിച്ച നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ ഡ്രീം വീടായത് ഇതാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ നോക്കി പലയിടത്ത് പോയി, വോളിൽ ഇങ്ങനെ ഒരു ക്രാക്കുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൗണ്ടേഷന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഫൗണ്ടേഷൻ കാര്യമൊന്നും അറിയാതെ അത് നമുക്കൊരു മേസ്ത്രിയെ വിളിച്ചതെന്ന് ഇത് പെയിൻറ്റ് പഠിക്കും, അതങ്ങ് മാറും. ഞാൻ പുള്ളിക്കാരത്തെ വെളിയിൽ കൊണ്ടുപോയി, ഒന്നും അറിയാതെ വട്ടത്തിൽ നടന്നു. അപ്പോൾ വെളിയിൽ നോക്കിയപ്പോൾ അടുത്തുണ്ടായിരുന്നൊരു മരത്തിൻ്റെ വേറെ ഫൗണ്ടേഷൻ്റെ അടിയിലോട്ട് വന്നിട്ട് അവിടെ ക്രാക്ക് ഉണ്ടായത്. ഈ ക്രാക്ക് അല്ല വിഷയം, മെയിൻ വിഷയം എന്തുവാ? ഫൗണ്ടേഷനാ വിഷയം. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ശരിയാക്കാമെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ശരിയാകും. അതുകൊണ്ടൊരു കുടുംബജീവിതത്തിൽ ഈ കുടുംബ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള മെയിൻ റീസൺസ് ഒക്കെ നമുക്ക് പറയാൻ നോക്കും. പക്ഷെങ്കിൽ ഞാൻ ഈ ഒരു ദിവസത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ ഈ ഫൗണ്ടേഷൻ എങ്ങനെ, ഈ സൈക്കോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഫൗണ്ടേഷൻ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആക്കി കൊടുക്കാമെങ്കിൽ അതിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ അതിനുള്ള ഒരു കേസ് സ്റ്റഡി പോലെ അടുത്ത സെഷനിൽ ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 30 വർഷത്തോളമായി പാർഷ്യലായിട്ടും കഴിഞ്ഞൊരു 13 വർഷമായിട്ട് ഫുൾ ടൈമും ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ഇതാണ്. ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെ ചുരുക്കമാണ്, ഇന്ത്യക്കാരുടെ ഇടയിലും അത് ചെയ്യുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഷാജഹാൻ എൽഡർ സംസാരിച്ചപ്പം പുള്ളി 2 വാക്യം കോട്ട് ചെയ്തു. ഞാൻ ഈ മിനിസ്ട്രി 35 വർഷം മുമ്പേ തുടങ്ങുമ്പോൾ ഈ 2 സ്ക്രിപ്ചറിന് ഫൗണ്ടേഷനിൽ ഞാൻ തുടങ്ങിയത്. ഈ 2 വാക്യമാണ് ദൈവം തന്നെ. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, കള്ളൻ, ബാക്കി പറഞ്ഞേ,
അറുക്കുവാനും മോഷ്ടിക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും വരുന്നു. അടുത്ത ഭാഗം ആ വാക്യത്തിൽ തന്നെ. എന്നാൽ യേശു ജീവനും സമൃദ്ധിയായ ജീവനും തരുന്നു. അപ്പം ദൈവം നമുക്ക് കുടുംബജീവിതത്തിൽ സമൃദ്ധിയായ ജീവൻ തരുവാൻ അവനത് നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ പുള്ളി അവിടെ എന്തോ ചെയ്യുന്നേ? കള്ളൻ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം, റിലേഷൻഷിപ്പ് സന്തോഷം, ഇതെല്ലാം ചോർത്തിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഞങ്ങളിത് വിശ്വസിക്കുന്നതിന് കാരണം ഡിവോഴ്സ് ഫയൽ ചെയ്ത കുടുംബങ്ങൾ ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞപ്പം ഡിവോഴ്സ് വിത്ഡ്രോ ചെയ്തിട്ട് സന്തോഷമായിട്ട് പോകുന്ന കാണുവാനിടയായിത്തീർന്നു. അതെല്ലാവർക്കും ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്കൊരു ട്രെയിനിങ് വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബേസിക് ട്രെയിനിങ് ഒരു നല്ല കാര്യമാണ്. ചില കാര്യങ്ങൾ കാരണം ഈ സുവിശേഷകരായിരിക്കുന്ന നമ്മൾ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇടയ ശുശ്രൂഷയാണ്. നമ്മുടെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയോടെ നമ്മളായിരിക്കണം. അതിനകത്ത് മുറിവേറ്റതുണ്ട്, നടക്കാൻ വയ്യാത്തതുണ്ട്, അന്യോന്യം കുത്തുന്നതുണ്ട്. അപ്പം നമുക്ക് വരുന്ന ഈ കുടുംബങ്ങളെ നമുക്ക് ഇന്നർ ഹീലിങ്ങിലേക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ, ഒരു കുടുംബം നശിച്ചാൽ എന്തുവാ നശിക്കാൻ അറ്റാക്ക് ചെയ്യപ്പെടുന്നതെന്നറിയാമോ? സഭ. കാരണം നമുക്കിവിടെ നിന്നുകൊണ്ട് നല്ല ദൈവവചന ശുശ്രൂഷകൾ നന്നായിട്ട് ചെയ്യാൻ ഒക്കും. പക്ഷെങ്കിൽ മുറിവേറ്റവരായിട്ട് അൺഫോർഗീവ്നെസ് ക്ഷമിക്കപ്പെടാത്ത കാരണങ്ങളാൽ പലരും വന്നിരിക്കുന്നു. ഇവർക്കൊന്നും അകത്തോട്ട് കയറുന്നേ ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രശ്നം. അത് മനസ്സും ആത്മാവും ശരീരവും ചേർന്ന് ഉള്ളതായ വിഷയങ്ങളിൽ കൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മുമ്പേ പ്രിയ സൈക്കോളജിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജി അല്ല ഒരാളെ ഹീൽ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനതുകൊണ്ട് ഈ സ്ലൈഡ്സ് ഒരു വിശകലനത്തിലേക്ക് പോകുമല്ല, പെട്ടെന്ന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വിടാം. ഒരു കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ടതായി ബിബ്ലിക്കൽ ക്യാരക്ടർ, ഒരു ബിബ്ലിക്കൽ ബൈബിൾ ബേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്പിരിച്വൽ മെച്യൂരിറ്റി, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിയിൽ നാം കൗൺസിൽ ചെയ്യുന്നതായ ലീഡേഴ്സായ നമ്മളിൽ ആത്മാവിൻ്റെ ഫലം നമ്മളിലില്ലെങ്കിൽ നമുക്കൊരാളെ ചെയ്യാനൊക്കുകയില്ല. അപ്പം നമ്മളിൽ തന്നെ സ്പിരിച്വൽ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. രണ്ടാമത് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കുള്ള ട്രെയിനിങ്ങും സൈക്കോളജിയും ഈ വിധമായ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാൻ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമ്മളിൽ തന്നെ ഒരു ദൈവികമായ താഴ്മ നമ്മളിലുണ്ടാകണം. ഇതൊരു ജനറലി ഒരു സുവിശേഷൻ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അവസാനമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനമായുള്ള 2 ക്വാളിറ്റിയാണ് ഒരു കൗൺസിലിന് ഉണ്ടാകേണ്ടത്. 1 ഇൻറ്റഗ്രിറ്റി, 2 കോൺഫിഡൻഷ്യാലിറ്റി. എന്താ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ? സൂക്ഷിക്കുക. ഇന്ന് പലർക്കും ഒരു എൽഡറിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു സുവിശേഷൻ്റെ അടുക്ക് പോകാൻ പേഴ്സണൽ ഫാമിലി മാറ്റേഴ്സ് പറയാൻ എന്താ കഴിയാത്തതെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് കോൺഫിഡൻഷ്യൽ. ഉടൻ തന്നെ ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ അല്ല എൽഡർ ചെന്ന് നമ്മുടെ ഭാര്യയോട് പറഞ്ഞു, എടി ഇത് കേട്ടോ, ഇതൊക്കെ നടന്നു,
അതെ. അപ്പോൾ പുള്ളിക്കാരത്തി എല്ലാം ശ്രദ്ധിച്ച് കേട്ടു. പുള്ളിക്കാരത്തി വളരെ കോൺഫിഡൻഷ്യലായിട്ട് ചർച്ചിലെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോട് പറഞ്ഞു, സൂസമ്മേ, ഞാനും ഹസ്ബൻഡും കൂടെ കൗൺസിലിംഗ് ഇരുന്ന് പോയായിരുന്നു. അത് മേഴ്സിയുടെ കുടുംബത്തിൽ നടന്ന കാര്യമായിരുന്നു. നീ ആരോടും പറയല്ലേ, അത് വളരെ വളരെ രഹസ്യമായിട്ട് ഞാൻ പറയാം, നമ്മൾ രണ്ടുപേരുമേ അറിയാവൂ. പുള്ളിക്കാരത്തെ വിളിച്ച് കുഞ്ഞമ്മയോട് പറഞ്ഞു, എടി നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ, ഇത് മേഴ്സിയുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എവിടെ ചെന്നു? പ്രയർ റിക്വസ്റ്റാണ്. എൽഡറെ കൊടുത്ത് പ്രയർ പുള്ളിക്കാരത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലായ്മയാണ് പലപ്പോഴും നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യുവാൻ കഴിയാതിരിക്കുന്നത്. മാത്രമല്ല, നമ്മളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ കോർ സ്കിൽസ് ഇൻ ബിബ്ലിക്കൽ കൗൺസിലിംഗ്. കാരണം നമ്മൾ ദൈവവചനപ്രകാരം ചെയ്യുന്നതായതുകൊണ്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതായ ചില വിഷയങ്ങളാണ്. യാക്കോബ് 1:19 പറയുന്നു, നമ്മൾ ഇഫക്റ്റീവായിട്ടത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം, ലിസൺ ചെയ്യണം. നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. എത്ര പേര് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭാര്യാഭർത്ത് തന്നെ നമ്മൾ 1 പറഞ്ഞു 2 പറഞ്ഞു ഇങ്ങനെ ആർഗ്യുമെൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളെന്നാൽ പറയുന്നത്, എൻ്റെ വൈഫ് ഒരു ആർഗ്യുമെൻ്റ് തുടങ്ങിയെന്ന് വിചാരിച്ചാൽ ഞാൻ തുടങ്ങി, അവൾ പറയുന്നതെല്ലാം ശാന്തമായിട്ട് കേട്ടാ അങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത്? അല്ല, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് നമ്മളെടുത്ത് പോയി ഈ ടെന്നീസ് കളിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു, അവൾ തിരിച്ചിങ്ങോട്ട് അയച്ചു, പിന്നെ ഒരെണ്ണം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഒരു കൗൺസിലർ നമ്മൾക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവ്, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഒരു പക്ഷെങ്കിൽ ഭർത്താവ് മാത്രമായിരിക്കും ആദ്യം വരുന്നത്. പുള്ളിക്കാരൻ അങ്ങോട്ട് വിവരിക്കുന്ന കേട്ടാൽ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട്. ഈ അവൾ പോലും അറിഞ്ഞിട്ടില്ല 15 വർഷമായിട്ട് ഇവനെന്തുവാ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഇതെല്ലാം ഇതിനകത്ത് വെച്ചേക്കുക. അവനിതെല്ലാം പറയുന്ന ഉടനെ നമുക്ക് തന്നെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. എന്തൊരു ഭാര്യ ഇത്! എന്നാൽ ഞങ്ങൾ ഒരു മനോഭാവം കാണിക്കത്തില്ല. ഇതെല്ലാം ഇങ്ങനെ കേൾക്കും. അതിനകത്തൊരു സിമ്പതിയോ ഒരു എഗ്രിമെൻ്റോ ഒന്നും കൊടുക്കല്ലേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവളോട് സംസാരിക്കണം. അപ്പോൾ അവളോട് സംസാരിക്കുന്ന ഉടനെ അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എവിടെയായത്. ഏതൊരു കോയിനും 2 സൈഡുണ്ട്. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം. ചില കുടുംബങ്ങൾക്ക് വാസ്തവത്തിൽ നമ്മളൊന്നും പറയണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഹൃദയത്തിലുള്ള ഒന്ന് വെളിയിലോട്ട് വന്നേച്ചാൽ മതി. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിനൊരു ഉദാഹരണം ഞാൻ പറയാതെ അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു വലിയ വിഷയത്തിൽ വന്നു. അപ്പം നമ്മൾ വേണം അവരോട് പ്രോബ് ചെയ്ത് ഓരോന്ന് ചോദിച്ച് അതിൻ്റെ റൂട്ട് പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പം അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്കിപ്പം എന്ത് വേണം ഞാൻ വരുന്നതിന്? അപ്പം സാറേ ഞങ്ങൾക്ക് സമാധാനം വേണം എന്ന് പറഞ്ഞങ്ങ് വിടും. അതിന് പകരം ഈ ചോദ്യം നിങ്ങൾ നോക്കിക്കേ, ഞാനത് ഇംഗ്ലീഷ് തന്നെ വായിച്ചിട്ട് ഞാൻ പറയാം. വാട്ട് വുഡ് യു ലൈക്ക് ടു സീ ഹാപ്പൻ ഡിഫറെൻ്റ് ഇൻ യുവർ ഫാമിലി ഫോർ തിങ്സ് ടു ബി ബെറ്റർ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ വ്യത്യസ്തമായ നിലയിൽ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിന് ഏസോന്നോ പറയാനൊക്കെ ഇല്ല. അപ്പം പറയണം, സാറേ ഞാൻ ഇതിങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ രീതി ഇതാ, അവന് ദേഷ്യമുള്ളവനാ, അത് അപ്പം കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വരും. അപ്പം നമ്മൾ ചോദിക്കണം. ഞങ്ങളുടെ അടുക്കൽ ഒരു 6 മാസം മുമ്പേ ഒരു കപ്പിള് വന്നു. അവർ 10-25 വർഷമായിട്ട് കല്യാണം കഴിച്ചവരാണ്. അപ്പം കല്യാണം പുള്ളി വന്നിട്ട് വളരെ ഇന്ത്യക്കാരാണ് വന്നത്.
മലയാളികൾ ഞങ്ങളുടെ അടുക്ക വന്നാൽ ഭയങ്കര പ്രയാസം. അവരെ ഞാനൊരു കാരണങ്ങൾ ഞാൻ പറയാം. ഇങ്ങനെ ഒന്നും സത്യം പറയത്തില്ല, ഇങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കും. സർഫസ് ലെവലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് പിന്നെ അവൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുക. ഞാൻ വെയിറ്റ് ചെയ്യുക, പറ എന്തുവാ വിഷയം. ഒരു 30 മിനിറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. ഞാൻ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും 10-30 വർഷമായിട്ട് ഒത്തിരി ഫാമിലീസിനെ കൈകാര്യം ചെയ്യുന്ന. അപ്പം ഞാൻ എടുത്ത വഴി ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ഒരു ബെഡിൽ കിടന്നിട്ട് ഇപ്പം എത്ര നാളായി? കിടക്കുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചേ, കിടന്നിട്ട് എത്ര നാളായി ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, സാറേ 3 വർഷമായി ഞങ്ങളൊരു ബെഡിലല്ല. ഇത് ക്രിസ്ത്യൻ കുടുംബം, എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നവരാ. അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് കേട്ടിട്ട് ചോദിക്കേണ്ട ചോദ്യം അവിടെ ഉള്ളിലിരിക്കുന്നത് വരത്തക്ക രീതിയിൽ നമ്മൾ ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്നറിയാമോ? ഒരു കുടുംബം വന്നു, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും. പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. എടി ഇപ്പോൾ ഒരിച്ചിരി ദേഷ്യമൊക്കെ അവനെടുത്തെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഒന്ന് തല്ലെന്നിരിക്കും, നീ അതങ്ങ് ക്ഷമിക്കണം. കുടുംബജീവിതത്തിലൊക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ ഭയങ്കര ഡീപ്പായിട്ടുള്ള വിഷയം കിടക്കുക. നമ്മളൊരു ബാൻഡേഡ് ഒട്ടിച്ച് വിടുക ചെയ്യുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറുകയില്ല. നിങ്ങൾ ഇത് പറഞ്ഞല്ലോ, ഈ സർഫസ് ലെവലിൽ കിടക്കുന്ന പ്രശ്നങ്ങളല്ല, റൂട്ട് പ്രശ്നം എന്തോന്ന് അറിയണം. ഒരു മരത്തിൽ അത് ശരിയായിട്ട് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഇലകളെ നോക്കി ബ്രാഞ്ച് കരിയുന്നു. അവിടെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ട്രീറ്റ് എവിടെ ചെയ്യേണ്ടത്? റൂട്ടിനെ ട്രീറ്റ് ചെയ്യാൻ. അവിടെ നിന്നാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ വാസ്തവത്തിൽ ഒരു ഡോക്ടർ, മെഡിക്കൽ ഡോക്ടർ നിങ്ങളല്ലെങ്കിലും ആദ്യം ഡയഗ്നോസ് ചെയ്യണം ഇതെവിടെ നിന്നാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ വിവാഹത്തിന് മുമ്പേ എന്തെങ്കിലും ഒരു അബ്യൂസ്, ഒരു ട്രോമ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അബ്യൂസ് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ കവിഞ്ഞ് ഞാനങ്ങ് പോകുന്നുകൊണ്ട് ഞാൻ പറയട്ടെ. മുമ്പേ ഡോക്ടർ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടിപ്പം ഉണ്ടായിരിക്കത്തില്ല, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നു, നമ്മളറിയുന്നില്ല. അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വന്നിട്ട് അതിനെ ശരിയായ രീതിയിൽ ഡീൽ ചെയ്ത് ഒരു ഹീലിങ്ങിൽ നടത്തുന്നില്ല എങ്കിൽ ആ കുഞ്ഞ് വിവാഹം കഴിക്കുമ്പോഴും ആ ട്രോമ അകത്ത് കിടക്കുക. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ താമസിക്കുന്ന അടുത്തൊരു കുടുംബത്തിൽ ഒരു സുവിശേഷകന് വിസിറ്റിങ്ങിന് വന്ന അവിടെ താമസിച്ചു. അല്പം പ്രായമുള്ള ആളാണ്. അവിടുത്തെ 2 മക്കളാണ് ഉള്ളത്, ഒരു മോളും ഒരു മോനും. മോക്കപ്പോൾ 13 വയസ്സുണ്ട്. അവൾ പ്രായമുള്ളൊരു അപ്പച്ചനെന്ന നിലയിൽ അവിടെ ഇല്ല ചായ കൊടുത്തയക്കുന്നത്. ഞാൻ പേരൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ചായ കൊടുത്തു. 2-3 ദിവസം അവിടെ താമസിച്ചു. അപ്പച്ചൻ ചായ കുടിച്ചു കഴിഞ്ഞു. ഒരു 4-മത്തെ ദിവസം അവൾ ചായ കൊടുത്തിട്ട് താഴെ വന്ന് അമ്മയോട് പറഞ്ഞു, മമ്മി ഈ കൊച്ചു കുഞ്ഞോട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പറയാൻ ഒക്കുന്നില്ല, ആ അപ്പച്ചൻ എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഇത് കൊച്ചു കാര്യമല്ല. അമ്മ പറഞ്ഞു, മോളെ നീ എന്തോ പറയുന്നേ, ഇപ്പോൾ എവിടെ ഇരിക്കേ, അത് നീ അങ്ങ് ഒതുക്കി. ഈ കുഞ്ഞ് ഈ ട്രോമ അകത്ത് കിടന്ന് ഇമോഷണൽ സ്കാർ അവിടെ ഉള്ളിലുണ്ടായി. അവൾ ഹൈസ്കൂളിലായി. ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ മോളെ കാണാനുള്ള രാത്രി 12 മണിക്ക് 15 വയസ്സുള്ള ഹൈസ്കൂളിലോട്ട് കയറിയ ഒരു പെൺകുഞ്ഞ്, അവളെ കാണാനില്ല.
അതിനുശേഷം വിവാഹം കഴിഞ്ഞു. ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായി. ഇതുവരെയും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല. ഡിവോഴ്സ് ഏത് സമയത്തും നടക്കാൻ കാരണമുണ്ട്. ഞാനിത് പറഞ്ഞത്, നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയണം ഈ സർഫസ് ലെവലല്ല, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഏത് വിഷയമാണ് കിടക്കുന്നത്, എവിടെ നിന്ന് വന്ന സ്കാറായത്, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, സ്നേഹിക്കാൻ ഒക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് കോസിലേക്ക് എത്രയും പോകാമോ അത്രയും നമ്മൾ പോകണം. ബൗണ്ടറീസ് ഓഫ് ദ ട്രെയിനർ, നമ്മൾ ട്രെയിൻ ചെയ്യുന്നവർ തന്നെ നമ്മളിൽ ചില ബൗണ്ടറീസ് ഉണ്ടാകണം. മെയിൻറ്റെയിൻ പ്യൂരിറ്റി വെൻ ഡിസ്കസിങ് ഇൻറ്റിമേറ്റ്. ഇപ്പം ഒരു കുടുംബം വന്നു, അവരുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകല്ലേ. രണ്ടാമത്, നെവർ പ്രൈ ഫോർ അൺനെസസറി ഡീറ്റെയിൽ. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് കാര്യങ്ങൾ, ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽപ്പെട്ട ഒരു പ്രോബ്ലം ആയിരിക്കും അവർ കൊണ്ടുവന്നത്. നമുക്ക് അറിയാനുള്ള സർഫസ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം ചോദിക്കുക. കൂടുതൽ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഓൾവേസ് കൗൺസിലിംഗ് കപ്പിൾസ് ടുഗെദർ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 വർഷമായിട്ട് ഒരിക്കൽ പോലും ഞാൻ തനിയെ ഒരു സ്ത്രീയെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും. ഞാനും എൻ്റെ വൈഫും ഉള്ളപ്പോൾ മാത്രമേ ഒരു സിംഗിൾ ഭാര്യ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ തന്നെ ചില ബൗണ്ടറീസ് വെക്കണം നമ്മുടെ ലൈഫിൽ. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ്ങാണ്, നമ്മളും ഈ വികാരവും ഇതെല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് തന്നെ ബൗണ്ടറി വേണം. പ്രെയർ ആൻഡ് സ്ക്രിപ്ചർ ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ഗൈഡൻസ്. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ തന്നെ വളരെ പ്രാർത്ഥനയോടും ദൈവവചന അടിസ്ഥാനത്തിലും വേണം. നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ഒന്ന്, കണക്റ്റ്. ഒരു ഫാമിലി വന്നു, അവരോടൊരു മേജർ കോൺഫ്ലിക്റ്റ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പേ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണം. അവരോട് സിമ്പതൈസ് ചെയ്യണം, അവിടെ കമ്പാഷൻ വേണം. അവരെ ജഡ്ജ് ചെയ്യല്ലേ. അയ്യോ എന്തോ ഈ പറയുന്നേ, അങ്ങനെ ചോദിക്കല്ലേ. നമ്മൾ അവരോട് തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങൾ കടന്നു പോകുന്നത്, നമ്മൾ അവരുമായിട്ടുള്ളൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് അവരെടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകണം എന്നെ വാസ്തവമായിട്ടും അറിയുന്ന ഒരു കൗൺസിലറാണിത്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒക്കുന്ന ഒരാളാണ്. 2, ഡിസ്കവർ. നമ്മൾ പറഞ്ഞു, വളരെ ശ്രദ്ധാപൂർവം കേട്ട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. കൺഫ്രണ്ട് വിത്ത് ദ സ്ക്രിപ്ചർ. ഒരു വിഷയം വന്നാൽ വചനപ്രകാരം നമ്മൾ അവരോട് കൺഫ്രണ്ട് ചെയ്യണം. ഞാൻ അതുകൊണ്ടുള്ള വചനങ്ങളാണ് അടുത്ത കുറച്ച് സ്ലൈഡ്സ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം അതിനൊരു എക്സാമ്പിളാണ് ബൈബിൾ പറയുന്ന എഫെസ്യ ലേഖനത്തിൽ സത്യം സ്നേഹത്തോട് സംസാരിക്കണം. അപ്പം നമ്മൾ ഹാർഷായിട്ട് നമ്മൾ എന്തുവാ ഈ കേൾക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ഹസ്ബൻഡിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനൊന്നും ചോദിക്കുന്നതിന് പകരം വളരെ നമ്മൾ പറയുന്ന സത്യം സ്നേഹപൂർവ്വം സംസാരിക്കണം. എൻകറേജ് എനിക്ക് ബിബ്ലിക്കലായിട്ടുള്ളതായ ഒരു ആശ കൊടുക്കത്തക്ക രീതിയിൽ പ്രാക്ടിക്കലായിട്ടുള്ളതായ ഒരൊന്നിലേക്ക് നമ്മൾ അവരെ നടത്തണം. അപ്പം അവർക്ക് അവരുടെ തലയിൽ കൂടി പോകത്തക്ക രീതിയിൽ മാനസികമായിട്ട് ഡിപ്രസ്ഡായിട്ട് നമ്മുടെ അടുക്കലേക്ക് വന്നതാണ്. അപ്പം ആ വന്ന അവരോട് നമ്മൾ എന്ത് ചെയ്യണം? വചനപ്രകാരം പറയണം. ഈ വാക്യം തന്നെ കോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, എനിക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ റിബല്യസ് ആയിട്ട് അവർ പോകുന്നു. അതാ യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നു, ഈ കള്ളൻ വരുന്ന അറുക്കാനും മുടിക്കാനോ, പക്ഷെങ്കിൽ യേശു
നമുക്ക് സമൃദ്ധിയായി ജീവനെ തരുന്ന, അപ്പം നമ്മൾ വചനം കൊണ്ട് തന്നെ അവരെ ഉറപ്പിക്കണം. അവസാനമായിട്ട് ഫോളോ അപ്പ്. അവരൊരിക്കൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പാറ്റേൺ ഞാൻ പറയാം. ഒരു വിഷയത്തിൽ ഒരു കുടുംബം വന്നാൽ ഞങ്ങൾ ചെയ്യുന്നൊരു സ്റ്റെപ്പ് നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി ഞാൻ പറയാം. ആദ്യമായിട്ട് അവർ വരുമ്പോൾ ഒരു 30 മിനിറ്റ് കൊടുക്കും അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ. മണിക്കൂറുകളായിരുന്നു അവർ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്താൽ അവർ കുറ്റം പറഞ്ഞ് മണിക്കൂറുകളിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഒരു 30 മിനിറ്റ് കൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഡയഗ്നോസ്റ്റിക് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് കൊടുക്കും. ആ ടെസ്റ്റ് കൊടുക്കുമ്പം മിക്കവാറും ഈ 30 മിനിറ്റത്തെ ടോക്ക് ഇതും കൂടെ ആകുമ്പോൾ ഞങ്ങൾക്കറിയാം പ്രശ്നം എന്തുവാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 9 മുതൽ 10 വരെയുള്ള ആഴ്ചത്തേക്കിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ക്രമീകരിക്കും. ഒരു ദിവസം നമ്മൾ കേട്ടു ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് തീർക്കാനൊക്കത്തില്ല. കാരണം ഈ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സെഷൻ ഞാനതിൻ്റെ കാണിച്ചു തരാം. നമുക്ക് അത് പല കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു 9-10 ആഴ്ച കൊണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കും. അതിനിടയ്ക്ക് ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴക്കുണ്ടോ ഉടനെ ഞങ്ങളെ വിളിക്കണം. അപ്പം അവരെങ്ങനെ പോകുന്നു, കൂടെ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരുമായിട്ടുള്ളൊരു കണക്ഷൻ വേണം. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മെയിൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവം എങ്ങനെ ആ കുടുംബത്തെ ഡിസൈൻ ചെയ്തതെന്ന് നമ്മൾ അറിയണം. ആദ്യത്തെ വിവാഹം ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ. നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദൈവിക ഡിസൈൻ എന്തുവാണെന്ന് എഫെസ്യ ലേഖനം 5-ലും കൊലോസ്യരിലും ജെനസിസിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തുവാണെന്ന് അറിയാമോ? ഈ കുടുംബം ബൈബിള് പറയുന്ന പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹവും ഒരു സഭയുടെ സബ്മിഷനും ഒരു ബോഡി ഇത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ എല്ലാവിധമായ രീതികളും ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. എൻ്റെ വൈഫ് അവൾ ചെയ്യുന്നതായ എന്നെ ബഹുമാനിക്കുന്നത്, കീഴടങ്ങിയിരിക്കുന്നത്, സഭ ക്രിസ്തുവിനെങ്ങനെ കീഴടങ്ങിയിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പം കർത്താവ് പറഞ്ഞു ജെനസിസിൽ അവൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുടുംബങ്ങൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫലവത്തുള്ളവരായി തീരണം. അപ്പം നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഈ കുടുംബത്തെ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സാദൃശ്യമുള്ളതായ വിവാഹമായിട്ട് നമ്മൾ അവരെ തീർക്കണം. അപ്പോൾ അവരുടെ ജീവിത രീതിയിൽ ക്രിസ്തുവിനെയും സഭയും വെളിപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 3 ദിവസം വഴക്കുണ്ടായിട്ട് വർത്തമാനം പറയാതിരിക്കുമോ? ഇല്ല. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ക്രോധത്തിന്മേൽ സൂര്യൻ അസ്തമിക്കരുത്. അപ്പം നമ്മൾ എത്ര ആർഗ്യുമെൻ്റ് നടന്നാലും കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ കോൺഫ്ലിക്റ്റുകൾ പറഞ്ഞു തീർക്കാൻ നോക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പം 40 വർഷമായി. കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പേ ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ ആദ്യത്തെ ഒരു 5-6 വർഷങ്ങൾ അന്യോന്യം അറിയുന്ന സമയങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും കല്യാണം കഴിച്ചിട്ട് ഒരു 2 വർഷമൊക്കെ മതി. അല്ല, ഒരു 5-6 വർഷമെടുക്കും സാക്ഷാൽ അന്യോന്യം ഒന്ന് അറിയണമെങ്കിൽ. ഈ 5-6 വർഷം ഞങ്ങൾ രണ്ടും നല്ല കുടുംബത്തിൽ നിന്നും നല്ല ആത്മീയരൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ആദ്യത്തെ കുടുംബജീവിതം ആദ്യത്തെ 5 വർഷം നിങ്ങൾ ഈ ECGയുടെ റീഡിങ് കണ്ടിട്ടുണ്ട്? ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമോ, വലിയ മൗണ്ടൻ ടോപ്പിൽ ഹണിമണി എന്നൊക്കെ വിളിക്കുന്നത്.
അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും ഒരു ആർഗ്യുമെൻ്റ്, ഇതിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ദിവസം സോഫായെ കിടന്നുറങ്ങും. പുള്ളിക്കാരത്തി ബെഡ്റൂമിൽ. പുള്ളിക്കാരത്തി എന്തൊരു ആർഗ്യുമെൻ്റ് വെച്ചാൽ മുറിപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ വലിയ വിഷയം എന്തുവാ, നമ്മളങ്ങനെ ആർഗ്യുമെൻ്റ്. ഞാൻ മുറിപ്പെട്ട് ഇവിടെ കിടന്ന് വേദനിച്ച് കിടക്കുക. പുള്ളിക്കാരത്തിയുടെ പേഴ്സണാലിറ്റിയിൽ അത്രേ ഉള്ളൂ. എന്നാൽ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് അന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാനിതിങ്ങനെ പ്രോസസ്സ് ചെയ്യുക, ഇങ്ങനെ കിടക്കുക അകത്ത് 2-3 ദിവസം. എന്നാൽ 35 വർഷം മുമ്പേ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കൽ പോലും ഞങ്ങൾ റിസോൾവ് ചെയ്യാത്തൊരു കോൺഫ്ലിക്റ്റുമായിട്ട് കിടക്കത്തില്ലെന്ന്. കഴിഞ്ഞ 35 വർഷത്തിൽ 99% ഞാൻ പറയാനൊക്കും ദൈവകൃപയിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നന്മകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ 2 മക്കൾ ജനിച്ചു വളർന്നത് മലയാളി ചർച്ചിലല്ല. എന്നാൽ ദൈവം കൃപ ചെയ്ത് ആ കുഞ്ഞുങ്ങൾ വളരെ ദൈവഭയത്തോടെ കുടുംബമായിട്ട് ഞങ്ങളുമായിട്ട് വളരെ അറ്റാച്ച്ഡായിട്ട് ഞങ്ങളുടെ സുവിശേഷവല കണ്ടിട്ടും ഞങ്ങളുടെ മൂത്ത മോൻ ഞങ്ങൾ ഒരിക്കലും അവനെ നിർബന്ധിച്ചിട്ടില്ല. അവൻ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇപ്പം പലയിടത്തും പോയി അവൻ പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബജീവിതം ദൈവികമായ ഡിസൈനിൽ ആയിരിക്കണം. അതാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തുള്ളതായ കുറച്ച് വിഷയങ്ങൾ ബൈബിൾ ബേസിൽ എന്തുവാണ് ബൈബിൾ പറയുന്നത്. ഫൗണ്ടേഷൻ, വൈ ബിബ്ലിക്കൽ കൗൺസിൽ. മുമ്പേ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു, ഈ ബിബ്ലിക്കൽ കൗൺസിലും സെക്കുലർ കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ തിരുവല്ല സൈഡിലായിരിക്കുമ്പോൾ ഒരു കുടുംബത്തെ രാത്രിയിൽ ചില വിഷയങ്ങൾ കൈകാര്യം ചെന്നു. അവർ വളരെ ഭാരത്തിൽ കൂടി ഇങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പം ഞാനവരോട് ചോദിച്ചു, നിങ്ങളുടെ മോൻ ഇത്ര വർഷങ്ങളായിട്ട് വീട്ടിൽ ഒരു കുഞ്ഞ് ദൈവ കുടുംബത്തിൽ കാണിക്കാത്ത രീതികളും സ്വഭാവങ്ങളും പണവും എല്ലാം അവൻ ചെയ്യുന്നത്. അവൻ വലിയ ജോലിയൊന്നുമില്ല, പക്ഷേ അവന് കാറ് മേടിക്കുന്നു. അവൻ വീട്ടിൽ വലിയ വിലക്കൂടിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ ചോദിച്ചു, ഈ മോൻ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പണം എവിടെ നിന്ന് വന്ന് നിങ്ങൾ ചോദിച്ചു? ഇല്ല. പിള്ളേർ വളർന്നു വരുന്നു, ഫൗണ്ടേഷൻ ഇല്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത്രയും നാളുകളായല്ലോ, ഈ മോനെ കൊണ്ട് നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടോ പ്രൊഫഷണൽ? അപ്പം പറഞ്ഞു, പോയിട്ടുണ്ട്. ഞാൻ ആരുടെ അടുക്കലാണ് പോയിട്ടുള്ളത്? അത് ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടർ കണ്ടാൽ സൗഖ്യമാക്കുന്ന രോഗമല്ലിത്. ഇത് വാസ്തവത്തിൽ ഒരു ക്രിസ്തീയ ഒരു കൗൺസിലർ ആത്മീയ വീക്ഷണത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ കൗൺസിൽ ചെയ്തെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ, ദൈവവചനം അതിന് സഫിഷ്യൻ്റാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഓർക്കണം, ഇമോഷനുണ്ട്, മൈൻഡുണ്ട്, ബോഡിയുണ്ട്, സ്പിരിച്വലുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യണം. എന്നാൽ അതിനെല്ലാം ആധാരം എന്തുവാ? ദൈവവചന അടിസ്ഥാനം. ദൈവവചന അടിസ്ഥാനം ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉപദേഷ്ടാവ്, ഇംഗ്ലീഷിൽ പറയുന്നത് കൗൺസിലറാണ്. അപ്പോൾ ഒന്നാം കൗൺസിലർ ആരുടെ അടുക്കലാണ് നമ്മൾ പോകേണ്ടത്? അപ്പം നമ്മൾ പേഴ്സണലി ഈ കൗൺസിലിംഗ് പ്രാപിച്ചിട്ട് വേണം നമ്മുടെ അടുക്കലൊരു കുടുംബം വരുമ്പോൾ അവരെ കൗൺസിൽ ചെയ്യാൻ. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഇവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാന്നുള്ളതല്ല, ക്രിസ്തുവിനെ പോലെ ഈ ഭർത്താവിനെ ആക്കണം. ദൈവത്തിൻ്റെ സഭയെപ്പോലെ ഈ ഭാര്യ ചെയ്യണം. അപ്പം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് ഇവയെ തീർക്കുക എന്നുള്ളതാ നമ്മൾ ചെയ്യുന്നത്.
ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും ആത്മാവിൻ്റെ ഫലവും കായ്ക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ കൂടി അവരെ കൗൺസിൽ ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. ഇല്ല എങ്കിൽ അത് കൂടുതൽ വേഴ്സായി തീരത്തേ ഉള്ളൂ. ഒന്ന്, ബിബ്ലിക്കൽ രീതിയിൽ കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഭാഗം ഒന്നാമത് അറിയേണ്ടത്, വിവാഹമെന്ന് പറയുന്നത് ഒരു കുടുംബം വരുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. വിവാഹമെന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. എന്ത് ഉടമ്പടിയും ഈ കവനൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഉടമ്പടിയും ഒരു എഗ്രിമെൻറ്റ്, എന്താ കരാറും തമ്മിൽ എന്തുള്ള വ്യത്യാസം എന്തുവാ? കരാറിന് ഒരു കണ്ടീഷനുണ്ട്, ഇന്ന ഒരു കണ്ടീഷൻ. എന്നാൽ കവനൻറ്റിനൊരു, ഉടമ്പടിക്ക് ഒരു കണ്ടീഷനുണ്ടോ? ഇല്ല. ഉടമ്പടി എന്ന് പറയുന്നത് സുഖത്തിലും ദുഃഖത്തിലും ഏതവസ്ഥയിലായിരുന്നാലും ക്രിസ്തു ഞങ്ങളെ ഒന്നാക്കി തീർത്തു. അപ്പോൾ ദൈവത്തിൻ്റെ കവനൻ്റ് വന്നപ്പോൾ ക്രിസ്തു എൻ്റെ ഭാര്യ ഞാൻ, ഞങ്ങളെ മുപ്പരിച്ചരടാക്കി തീർത്ത ആ ഉടമ്പടി എന്ന് പറയുന്നത്, ഒരിക്കൽ പരീശന്മാർ വന്ന് യേശുവോട് ചോദിച്ചില്ലേ, ഏത് കാരണം ചൊല്ലിയും ഉപേക്ഷിക്കാമോ? അപ്പം എന്തോ പറഞ്ഞു? യേശുവെ ഏസോന്നോ ആൻസറാണോ പറഞ്ഞേ? അല്ല. എന്തോ പറഞ്ഞേ? ഇവരെ നേരെ എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? ഉൽപ്പത്തിയിൽ, ആദിയിൽ എങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വിവാഹം ഡിസൈൻ ചെയ്തപ്പോൾ എങ്ങനെ ആയിരുന്നു, ആ ഡിസൈനിൽ തന്നെ നിൽക്കണം. അപ്പം നമ്മൾ ഒരു കുടുംബത്തെ, അവരുടെ പ്രശ്നങ്ങൾ എന്തായാലും ആയിക്കോട്ടെ, അവർ വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ മാത്രം നിൽക്കാതെ അവരുടെ ഫൗണ്ടേഷൻ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അവരറിയണം, ഇത് കരാറല്ല, ഇത് ഉടമ്പടിയാണ്. അതിനുള്ള വാക്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ അത് കണ്ടു കാണുമായിരിക്കും. ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കൗൺസിലിംഗ് ഒരു കുടുംബത്തെ ചെയ്യുമ്പോൾ, എന്നോടിപ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങൾ 40 വർഷമായല്ലോ കല്യാണം കഴിച്ചിട്ട്, ഈ കുടുംബജീവിതത്തിൻ്റെ ഇത്രയും സന്തുഷ്ടമായിട്ട് പോകാനുള്ള കാരണത്തെക്കുറിച്ച് ഒരു ഫ്രേസിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയുമെന്നറിയാമോ? ഒത്തിരി വേറെ കാരണങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആദ്യമൊക്കെ ഈ ആദ്യ സ്നേഹമെന്നും പറഞ്ഞ് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹമാണ്. നിനക്കറിയാമോ 3 വർഷത്തെ ഈ ചുമ വന്ന കാര്യം കേട്ടില്ല? ഞാൻ പറയാം. ഇച്ചിരി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും കൊടുക്കും. ആദ്യത്തെ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആദ്യത്തെ വർഷം അവൾക്ക് ഭാര്യയ്ക്ക് ചുമ പിടിച്ചു. അവൾ കിടന്ന് രാത്രി ചുമച്ചപ്പം പെട്ടെന്ന്, പുതിയ ഭർത്താവല്ലേ, ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അവൻ പറഞ്ഞു, എടീ, അപ്പം ഹണീന്നൊക്കെ വിളിക്കുന്നത് ആദ്യത്തെ ആ വിളിയാ, നീ ചുമയ്ക്കുവാണോ, എന്തോ പറ്റി, ചിലപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ മാറിയതിൻ്റെയാ, ഒരു കാര്യം ചെയ്യേ, ഞാൻ പോയി ഒരിച്ചിരി മെഡിസിൻ എടുത്തുകൊണ്ട് വരാം, ചൂടുവെള്ളം വേണോ, ഇതൊക്കെ ചോദിച്ചിട്ട് ഓടി അങ്ങോട്ട് പോയി മെഡിസിൻ ക്യാബിനറ്റ് തുറന്നു, മെഡിസിൻ എടുത്തുകൊണ്ട് വന്നിട്ട്, നീ എവിടെ കിടക്ക്, ഞാൻ ഒഴിച്ചു തരാം. അങ്ങോട്ട് ഒഴിച്ച് അവൾ പറഞ്ഞു, ഞാൻ കുടിക്കാം. ഇല്ല, ഞാൻ അങ്ങോട്ട് കുടിപ്പിക്കും. അങ്ങോട്ട്, ഇത് ആദ്യത്തെ വർഷത്തൊക്കെ ചുമയുടെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞു. 2ാമത്തെ വർഷം ചുമ വന്നു. 2ാമത്തെ വർഷം ചുമ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എടി നിനക്ക് ചുമ വന്നു, അത് പിന്നെ അത് വളരെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആ കിച്ചൻ്റെ ഇപ്പുറത്തുള്ള ക്യാബിനറ്റിൽ മെഡിസിൻ ഉണ്ടല്ലോ, നിനക്ക് പോയൊരു അതിനെടുത്ത് കുടിക്കുക. ആദ്യം എന്തുമായിരുന്നു, അയ്യോ ഹണിയെന്നൊക്കെ വിളിച്ച് എടുത്തുകൊണ്ട് ഓടി വന്നതാ. ഇപ്പം പറഞ്ഞു പോയി കുടിക്കാൻ പറഞ്ഞു. അവൾ പോയി കുടിച്ചു. 3ാമത്തെ വർഷം ചുമ വന്നു. 3ാമത്തെ വർഷം ചുമച്ച് കഴിഞ്ഞപ്പം
അവന് ആദ്യം അല്പസമയം ഒരു പോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എടി എന്തുവാടി പട്ടി കുരയ്ക്കുന്ന പോലെ എൻ്റെ സൈഡിൽ കിടന്ന് കുരയ്ക്കുക, മനുഷ്യൻ ഉറങ്ങാനും വയ്യ. അപ്പം ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ഹണിമണിയൊക്കെ പറഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും എവിടെ ചെന്നു? കുടുംബജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും. അപ്പം നമ്മൾ ഒരു കുടുംബം വരുമ്പോൾ ഞാനീ പറയുന്ന കാര്യം പെട്ടെന്നുള്ളതായൊരു ബാൻഡേഡ് കെട്ടുമല്ല നമ്മൾ ചെയ്യുന്നത്. ഇവർക്ക് ലോങ് ടേം അവിടെ കുടുംബജീവിതത്തിൽ ക്രിസ്തുവിനെയും സഭയെയും റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തുന്നത്. എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കുന്നത് അവളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ പുരുഷന്മാരത് മെയിൽ ഡോമിനൻ്റ് ആയിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മളെ ബഹുമാനിക്കണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാക്യമാണ് ആ കീഴടങ്ങുക എന്നുള്ളത്. എന്നാൽ അതിൻ്റെ മേലൊരു വാക്യമുണ്ട്, അത് നമ്മൾ വായിക്കുന്നില്ല. എന്ത് വായിക്കുന്നത്? പരസ്പരം നമ്മൾ കീഴടങ്ങിയിരിക്കണം. അപ്പം നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ നമ്മൾ അന്യോന്യം ബഹുമാനിച്ചും സ്നേഹിച്ചും അങ്ങനെ പോകുന്ന വിഷയത്തിൽ നമ്മളൊരു കുടുംബത്തെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരെ പഠിപ്പിക്കണം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ദൈവികമായ വിഷയത്തിലായിരിക്കണം. രണ്ടാമത്, ഒരു പ്രോബ്ലം വന്നാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ മുൻകോപക്കാരായിരിക്കരുത്. നമ്മൾ സംസാരിക്കുന്ന ഉടനെ കേൾക്കാൻ ധൃതി വേണം, പറയാൻ ഒരല്പം ശ്രദ്ധിച്ചു വേണം. കാരണം നമ്മുടെ ഓരോ വാക്കുകളും ആ കുടുംബജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഒരു കുടുംബം വന്ന് അവരെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പ്രോബ് ചെയ്ത് റൂട്ട് കോസ് മനസ്സിലാക്കി അവരെ ഈ വിധമായ ദൈവിക വചനത്താൽ, കാരണം ഇതിലെല്ലാം വാക്യമുണ്ട്, ദൈവവചനത്തിൽ കൂടിയാണ് അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഹൃദയത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളവരെ കുറച്ച് തത്വം പറഞ്ഞു വിട്ടാൽ അവർക്ക് നിൽക്കാൻ ഒക്കത്തില്ല. എന്നാൽ ആ പുരുഷന് നമ്മുടെ ചർച്ചിൽ വരുന്നു, അവന് കമ്മ്യൂണിനൊക്കെ എടുക്കുന്നു, അവനെ ദൈവവചനപ്രകാരം അവനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തക്ക രീതിയിൽ ഈ കോൺഫ്ലിക്റ്റ് എവിടെ നിന്ന് വരുന്നു? നിന്റെ ജഡമാണോ പ്രവർത്തിക്കുന്നത്? നീ ആത്മാവിൻ്റെ ഫലത്തിലാണോ? ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവനൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന് കഴിയുമ്പോൾ അവൻ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു ഭർത്താവായിട്ട് മാറും. അതാണ് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവരെ വചനത്തിൽ കൂടി അവിടേക്ക് നടത്തുക എന്നുള്ളതാണ്. ലവ്, ഇൻറ്റിമസി ആൻഡ് റെസ്പെക്റ്റ്. ഇൻറ്റിമസിയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഞാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ വന്ന വഴിക്ക് ഡോക്ടർ ജോൺ ജേക്കബുമായിട്ട് ഇതേ വിഷയം സംസാരിച്ചു. ഞാൻ പല സ്റ്റേറ്റിൽ പോയി. എന്നാൽ കേട്ട ഒരു പ്രശ്നങ്ങളുടെ ഒരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് എല്ലാ ഗ്രൂപ്പും ഒന്നല്ല വേറൊരു രീതിയിൽ പറഞ്ഞൊരു വിഷയമാണ്. എന്നോട് പറഞ്ഞു, സാറേ, ഇപ്പം വിതിൻ ചർച്ചിൻ്റെ കോൺഗ്രിഗേഷനിൽ ഇല്ലിസിറ്റായിട്ട് ലൈംഗികമായ ബന്ധങ്ങൾ ഇപ്പം ചർച്ചിലുണ്ടാകുന്നു. മൂപ്പനായാലും പാസ്റ്ററായാലും അച്ഛനായാലും ലീഡേഴ്സും സഭാ വിശ്വാസികളും തമ്മിൽ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഭാര്യാഭർത്തൃ ഇൻറ്റിമസി എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ കൊണ്ടുവരാൻ അടുത്ത സെഷനിൽ. അത് നമുക്ക് സ്ട്രോങ് ആയി ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എല്ലാം പറ്റി. അടുത്തത് പേരൻറ്റിങ് ആൻഡ് ഫാമിലി ലൈഫ്. ഈ ഡോക്ടർ അതിനെക്കുറിച്ച് ഇച്ചിരി സംസാരിച്ചത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഞാൻ എല്ലാ എൽഡേഴ്സിനോടും സുവിശേഷന്മാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ നാളുകളിൽ
എക്സ്ട്രാ ടൈം എടുത്ത് എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പേരൻറ്റിങ്. പേരൻറ്റിങ് എപ്പോഴാണ് തുടങ്ങേണ്ടതെന്ന് അറിയാമോ? ഒരു അപ്പനും അമ്മയ്ക്കും കുഞ്ഞുണ്ടായി. എന്നാൽ പേരൻറ്റിങ് വാസ്തവത്തിൽ തുടങ്ങുന്നത് ഡിസിപ്ലിൻ. ആ പേരൻറ്റിങ്, കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് ബോധവാന്മാരായി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് ഡേ 1 മുതൽ, കുഞ്ഞ് ജനിക്കുന്ന 1-ാമത്തെ ദിവസം മുതൽ. കാരണം കുഞ്ഞ് ജനിച്ച് കിടക്കുന്ന ദിവസം മുതലേ ആ വീട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായ കൾച്ചർ ആ കുഞ്ഞിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു വ്യക്തിയാണെങ്കിൽ, 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിലുള്ള ഡെവലപ്മെൻറ്റിൽ ആ കൾച്ചർ, ആ അറ്റ്മോസ്ഫിയർ ആ കുഞ്ഞിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ കുഞ്ഞിന് 1 വയസ്സുള്ളപ്പം നല്ല സംസാരം. എനിക്ക് 2.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, കൊച്ചുമോനുണ്ട്. അവൻ്റെ വർത്താനമൊക്കെ എന്തോരം നല്ല സ്വീറ്റാണ്. എന്നാൽ ഞാൻ ചിന്തിക്കണം, ഇവൻ 13 വയസ്സാകുമ്പോൾ ഇവൻ എങ്ങനെയുള്ളവനാകണം. കാരണം ഇപ്പം കൊച്ചു കുഞ്ഞാകുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മളിലെല്ലാം 2 ലേയേഴ്സ് ഉണ്ട് ദൈവമക്കളിൽ. ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ഈ ആത്മാവിൻ്റെ പ്രവൃത്തി, ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് രൂപാന്തരം വന്നപ്പം പിടിച്ചു വച്ചിരിക്കുന്നത്. ഇത് പോയിട്ടില്ല, ഇതിവിടെ ഉണ്ട്. അപ്പം നമ്മളൊരു കുഞ്ഞിൽ കാണുന്നത്, അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുന്നില്ല. കൊച്ചുകുഞ്ഞ് 2 വയസ്സ് 3 വയസ്സ് അവന് കൊഞ്ചി സംസാരിക്കുന്നു, അവന് മെമ്മറൈസ് ചെയ്യുന്നു, 21 സങ്കീർത്തനം പറയുന്നു, എല്ലാം നല്ലതാണ്. എന്നാൽ ഈ കുഞ്ഞ് ഒരു 12-13 വയസ്സിൽ അവന് പ്യൂബർട്ടിയിൽ വന്നു, ഫിസിക്കൽ ചേഞ്ച് വന്നു, ഇമോഷണൽ ചേഞ്ച് വന്നു. അവൻ്റെ ഈ ചേഞ്ചസ് എല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ അവന് സാക്ഷാൽ ആഡമിക് നേച്ചറിൻ്റെ സ്വഭാവങ്ങൾ പലതും വരും. അപ്പം ഈ വരുന്ന സ്വഭാവം ദൈവിക വിഷയത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബൈബിൾ പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അറിയത്തില്ല. ഏത് വഴി പോകണമെന്ന് ഈ കുഞ്ഞിനറിയത്തില്ല. സൺഡേ സ്കൂൾ ടീച്ചർ അല്ല നടത്തേണ്ടത്. നമ്മൾ പേരൻസിനെ കൗൺസിൽ ചെയ്ത് അവരെ മനസ്സിലാക്കണം. ഉത്തരവാദിത്വം നിങ്ങളുടെ മേലാണ്. പേരൻസ് അവരെ ട്രെയിൻ ചെയ്യണം. അപ്പം പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു മേജർ സബ്ജക്റ്റാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പലയിടത്തും നല്ലൊരു പേരൻറ്റിങ് ഇല്ല. പിള്ളേർ പോയി മെമ്മറൈസ് ചെയ്യുന്നു. ചില വീടുകളിൽ ചെല്ലുമ്പം എത്ര ട്രോഫി ആയിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് അവന് പാട്ട് പാടി കിട്ടിയതാ, ഇതവൻ മെമ്മറൈസ് ചെയ്ത് കിട്ടി. നല്ല കാര്യം, കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തണം. എന്നാൽ ട്രോഫി വാങ്ങിച്ചത് കൊണ്ട് ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. 119 സങ്കീർത്തനം മുഴുവൻ കാണാതെ ചൊല്ലാം. ട്രോഫിയും കിട്ടി. ഇപ്പം പേപ്പറിൽ പലപ്പോഴും വരുന്നുണ്ട്, ഇന്നാര് 119 സങ്കീർത്തനം വായിച്ചു, മെമ്മറൈസ് ചെയ്തു. എന്നാൽ ഈ 119 സങ്കീർത്തനത്തിന് കുറച്ചെങ്കിലും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഇത് വരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പേരൻറ്റിങ് അത് നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കണം. ഫോർഗീവ്നെസ് ആൻഡ് റിക്കൺസിലിയേഷൻ. എത്ര കുടുംബങ്ങൾ ക്ഷമിക്കപ്പെടാതെ അതിങ്ങനെ കിടക്കാം. നമ്മൾ ഈ ബലൂൺ കണ്ടിട്ടുണ്ടല്ലോ. ഇന്നിപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഒരു മുറിപ്പെടുത്തുന്ന ഒരു വിഷയം പറഞ്ഞു, അത് അങ്ങ് പോയി. അതെന്ന് പറയുന്നത്, ഈ ബലൂണിൽ ഒരു ഊതി. ഈ ബലൂണിനൊരു കപ്പാസിറ്റി ഉണ്ട്. എത്ര ബ്ലോ ഇതിനകത്ത് ചെയ്യാമെന്ന് ചിലപ്പം 2, 3, 4 ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷെങ്കിൽ 3 വർഷം ഈ ബ്ലോ ഇതിനകത്ത് നിൽക്കുന്നു. എന്നാൽ ഇതിനവസാനം ഒരു ബ്ലോ വരുന്ന കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇത് പൊട്ടും. ഇത് റിലീസ് ചെയ്ത് കഴിയാത്തോളം കാലം ഇതെങ്ങും പോകുന്നില്ല. ഇത് പൊട്ടാൻ വേണ്ടി നിൽക്കുക. ക്ഷമിക്കപ്പെടാത്തതായ അനേക നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു ശരിയായുള്ള സമാധാനപരമായ ഒരു ജീവിതം അവർക്കുണ്ടാകാത്ത എന്തെന്നറിയാമോ? ആദ്യം അവരോട് ചോദിക്കണം, നിങ്ങൾ തമ്മിലുള്ള കുടുംബ ജീവിതത്തിൽ
ക്ഷമിക്കപ്പെടാത്തതായ എത്ര കാര്യങ്ങൾ കിടപ്പുണ്ട്. ദൈവത്തിന് വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴിപാടുമായിട്ട് വരുമ്പോൾ വരുന്ന വഴിക്ക് നിങ്ങളുടെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ അതവിടെ വെച്ചേച്ച് തിരിച്ചു പോകണം. അല്ല, നിനക്ക് നിന്റെ സഹോദരനോടുണ്ടെങ്കിൽ എന്നാലും അവിടെ വെച്ചിട്ട് ആരാധനയല്ല വിഷയം, ഈ ആരാധിക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെ കീപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ക്ഷമിക്കപ്പെടാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ച് നിരപ്പ് പ്രാപിച്ച് അവിടെ കുടുംബജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിന് വലിയ മാറ്റം വരും. നമ്മൾ മോളെ അതങ്ങ് ക്ഷമിക്ക്, അതങ്ങ് സഹിക്കെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ശരിയാകുകയില്ല. ക്ഷമിക്കപ്പെടാത്ത കാര്യങ്ങൾ ശരിയാകണം. ഫൈനാൻസ് ആൻഡ് സ്റ്റുവേർഡ്ഷിപ്പ്. ഇവിടുത്തെ അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ടോപ്പ് 5 കാരണങ്ങളിൽ രണ്ടാമത്തെ ഡിവോഴ്സിനുള്ള കാരണം എന്താണെന്നറിയാം? ഫൈനാൻസ്. പൈസ കൂടിപ്പോയാലും കുഴപ്പം, പൈസ കുറഞ്ഞു പോയാലും കുഴപ്പം. പണത്തെ പറ്റിയുള്ളതായ ആർഗ്യുമെൻ്റ്. ഇന്ന് ഈ ഇന്ത്യയിൽ തന്നെ ഡിവോഴ്സ് റേറ്റ് ഡ്രാസ്റ്റിക്കലി കൂടുന്നതിന് കാരണം ഒരു വിഷയം ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഇറക്കിയതിൽ വന്നിരിക്കുന്നത് വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പണ്ടുള്ളതിനെക്കാട്ടിലും പവർഫുള്ളായി അവർ ജോലി ചെയ്യുന്നു, അവർ പണമുണ്ടാക്കുന്നു. അവരുണ്ടാക്കുന്ന പണം ഒരു പക്ഷെങ്കിൽ പുരുഷനുണ്ടാക്കുന്ന പണത്തേക്കാൾ കൂടുതലായിരിക്കും. അവൻ ചോദിക്കുന്നു, എടി എന്ത് ഫുഡ് എന്തിയേ? അയ്യോ അച്ഛൻ ഞാൻ ജോലി ചെയ്തിട്ട് വന്നില്ലേ ഉള്ളൂ, അതിന് കരുത്തില്ലേ ഫുഡ് ഉണ്ടാക്കി വെക്കണമെന്ന്. അപ്പോൾ അവൾ പറയും, അച്ഛൻ ജോലി എന്ന് പറയുന്നത് ഞാനും 8 മണിക്കൂർ ചെയ്തവളാണ്, എൻ്റെ പൈസ കൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. പണ്ടത് പറയത്തില്ലായിരുന്നു. പണ്ട് പണത്തെ സംബന്ധിച്ച് പല സ്ത്രീകളും ജോലി ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്ത് ആ രീതിയല്ല. അപ്പം ലഭിക്കുന്ന പണം 1 അല്ല 2 അല്ല 1 അക്കൗണ്ട് ആണെന്നുള്ളത് നമ്മുടെ കുടുംബങ്ങൾ പഠിക്കണം. ഞാൻ ചില കുടുംബങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് 2 അക്കൗണ്ടാണ്. ഞാൻ ചോദിച്ചു 2 അക്കൗണ്ടോ? ഞാൻ വിചാരിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ട് അവൻ്റെ അക്കൗണ്ട്, നമുക്കൊരു അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു അത് ശരിയാ, പക്ഷെങ്കിൽ ഈ 2 അക്കൗണ്ട് വെക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ അവനെന്നെ ഉപേക്ഷിച്ചു പോവാണെങ്കിൽ എനിക്കൊരു പിടി കിടക്കണം. അയ്യോ ഇതാ അകത്തിരിക്കുന്നത് എന്തുവാ? മിനിസ്റ്റർ സുവിശേഷം നമ്മൾ കല്യാണം കഴിച്ചപ്പം പറഞ്ഞു, പുരുഷൻ ഭാര്യയെയും അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, നിങ്ങൾ ഒരു ദേഹമായി തീരും, ഒരു ദേഹമായിട്ട് നിൽക്കുക. എന്നാൽ ഇപ്പം എന്താ സംഭവിച്ചതറിയാമോ? പണത്തിൻ്റെ കാര്യം വരുമ്പോൾ നിൻ്റെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട്. നിനക്ക് നിൻ്റെ അപ്പന് പൈസ അയക്കാമെങ്കിൽ എൻ്റെ അപ്പനെ എനിക്ക് അയച്ചുകൂടായോ? ഇപ്പം പണത്തിൻ്റെ കാര്യം വന്നപ്പം റിലേഷൻഷിപ്പിൽ ഇത് വന്നു. അപ്പം നമ്മൾ തിയോളജി മാത്രം പറഞ്ഞ് വിടല്ലേ, ആ തിയോളജിയിൽ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, കുടുംബജീവിതത്തിൻ്റെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഡിസൈൻ എന്നുള്ളത് വേദപുസ്തകത്തിലുണ്ട്. സെക്ഷൽ റിലേഷൻഷിപ്പ് ഇൻറ്റിമസി വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തെ കൗൺസിൽ ചെയ്ത് ഉറപ്പിച്ച് അവിടെ ചിന്തകൾക്ക് മാറ്റം വന്ന് ആത്മാവിൽ ഗൈഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം മാറ്റം വരും. അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിക്കാൻ തുടങ്ങും. അവർ പഠിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടേ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളുടെ വീട് സാധാരണ വീടല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വീടാ. എനിക്കിത് ലിസൺ ചെയ്യാനൊക്കത്തില്ല, എനിക്കെല്ലാ മൂവിയും കാണാനൊക്കത്തില്ല, എനിക്കെല്ലാ ഫ്രണ്ട്സുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൂടാനൊക്കത്തില്ല.
നമ്മൾ പേരൻസ് നമ്മുടെ ഈ കുടുംബങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്ത് അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഒരു മനസ്സ്, അവർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവരായി പേരൻസിന് താണിരുന്ന് ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത് പോകുന്ന കുടുംബമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസിക രോഗികളായിട്ട്, ഡോക്ടറുടെ പണി കുറച്ച് കുറയും, അധികം ക്ലയൻസ് അങ്ങോട്ട് പോകില്ല, എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാനസിക രോഗികളായിട്ട്, ഡിപ്രസ്ഡായിട്ട്, സൂയിസൈഡലായിട്ട് പോകത്തില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ പോകുവാൻ നമുക്കവരെ ഡിറക്റ്റ് ചെയ്യാനൊക്കും. ഞാൻ എൻ്റെ സമയം കഴിയുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. 1 മണിക്കൂർ അങ്ങോട്ടാകുന്നു, 2 മിനിറ്റ് കൂടെ ഉണ്ട്. 7-ാമത്തേത് ഫിയർ, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് ഇൻ ഫാമിലീസ്. ഈ കാര്യങ്ങളും ദൈവവചനത്തിലുണ്ട്. ഇതാണല്ലോ ബിഹേവിയർ ബേസിൽ പലർക്കും ഉണ്ടാകുന്നത്. ഫിയർ, ഭയം, ആങ്സൈറ്റി. ഫിലിപ്പിയർ അതിനെന്തോ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതേ. ഒന്നിനെക്കുറിച്ചും. എവിടെ കിടന്നുകൊണ്ടായി പൗലോസ് ഇത് എഴുതുന്നത്? കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക. എന്നിട്ട് പറയുക, ഞാൻ ഈ കാരാഗൃഹത്തിൽ കിടക്കുന്നത് സുവിശേഷ പ്രചരണത്തിന് കാരണമായതിനാൽ എനിക്കിതിന് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അവരോട് പറയുക, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് സൂയിസൈഡൽ ഈ ടെൻഡൻസി കുഞ്ഞുങ്ങളിലും പ്രായമുള്ളവരിലും ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുകയാണ്. കോവിഡിന് ശേഷം 5-നും 12-നും ഇടയ്ക്കുള്ളതായ കുട്ടികൾ എമർജൻസിയിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിന്, ഡിപ്രഷനിൽ, സൂയിസൈഡ് അറ്റംപ്റ്റിൽ പോയിട്ടുള്ളത് പോലെ ചരിത്രത്തിലൊരു കാലത്തും പോയിട്ടില്ല. അതിൻ്റെ നമ്പേഴ്സ് വളരെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ ജോൺ ജേക്കബ് ഇങ്ങനൊരു അറ്റംപ്റ്റ് എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം, ഇതിന് രജിസ്ട്രേഷൻ ചെയ്ത് പൈസ കൊടുത്ത് അറ്റൻഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കുറഞ്ഞ പക്ഷം ഇതൊരു വലിയ സർട്ടിഫൈഡ് കൗൺസിലിംഗ് ക്ലാസ് അല്ലെങ്കിലും ബേസിക്കായിട്ടുള്ളതായ ചില പ്രിൻസിപ്പിൾസ് ബിബ്ലിക്കലി നമുക്കെങ്ങനെ ഒരാളെ കൈകാര്യം ചെയ്യാൻ ഒക്കും. അതുകൊണ്ട് ഈ വചനം കൊണ്ട് നമ്മൾ പ്രാപിച്ച്, നമ്മൾ പഠിച്ച്, എഴുതിയെടുത്ത് നമ്മുടെ പ്രാക്ടിക്കലാക്കാം. നമുക്കടുത്ത ബ്രേക്കിന് ശേഷം വീണ്ടും വരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.